വയനാട് മണ്ഡലത്തിലെ കത്തോലിക്ക വോട്ടുകൾ ബി.ജെ.പിയിലേക്കോ? കെ സുരേന്ദ്രനുമായി ചർച്ച നടത്തിയ മാനന്തവാടി രൂപത ശക്തമായ സന്ദേശമാണ് രണ്ട് മുന്നണികൾക്കും നൽകുന്നത്. ജനകീയ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധിയും ഇടതുപക്ഷവും വേണ്ട രീതിയിൽ ഇടപെടുന്നില്ലെന്നായിരുന്നു ബിഷപ്പ് ജോസ് പെരുന്നോടം പ്രതികരിച്ചത്. നാട്ടുകാരൻ എം.പി. ആയാൽ മാത്രമേ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ അറിയുവാനും പരിഹരിക്കുവാനും സാധിക്കുകയുള്ളൂ എന്നാണ് സഭയുടെ നിലപാട്. നിലവിൽ വയനാട് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്കും ആനി രാജയ്ക്കും സഭയുടെ പിന്തുണയില്ല. വന്യജീവി ആക്രമണം, കാർഷിക വിലയിടിവ് ഇവയൊക്കെയാണ് സഭ ഉയർത്തിക്കാണിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം നൽകിയിട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന പരാതിയും സഭ ഉയർത്തുന്നുണ്ട്. മാത്രമല്ല, ഒരിക്കൽ ബിഷപ്പ് ഹൌസ് സന്ദർശിച്ചപ്പോൾ ക്രിസ്ത്യാനികളുടെ ആരാധനാപാത്രമായ ഈശോ മിശിഹായെ കുറിച്ചുള്ള അജ്ഞതയും രാഹുൽ വ്യക്തമാക്കിയിരുന്നു. ഈ രാജ്യത്തെ അവിശ്വാസികൾ പോലും ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ക്രിസ്തു ആരെന്ന് ചോദിക്കുന്ന ഒരു നേതാവിനെ അല്ല സഭ പ്രതീക്ഷിച്ചത്. മാത്രമല്ല, ലവ് ജിഹാദ് അടക്കമുള്ള വിഷയത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും സഭയ്ക്ക് പിന്തുണ നൽകിയില്ല. പാലാ മെത്രാന്റെ അരമനയിൽ തീവ്രവാദി സംഘടന ആക്രമണം നടത്തിയപ്പോൾ മൗനം പാലിച്ച കോൺഗ്രസ് പാലാ ബിഷപ്പിനെതിരെ പ്രസ്താവന നടത്തുകയും ചെയ്തു. വി.ഡി. സതീശൻ, ഷാഫി പറമ്പിൽ, കുഞ്ഞാലിക്കുട്ടി, പി.ടി. തോമസ് എന്നിവരാണ് പാലാ ബിഷപ്പിനെതിരെ ശക്തമായി നിലകൊണ്ടത്. ബിഷപ്പിന് അനുകൂലമായ നിലപാടെടുത്ത യൂത്ത് കോൺഗ്രസ് പാലാ മണ്ഡലം പ്രസിഡന്റിനെ ശാസിക്കാനും കോൺഗ്രസ് നേതൃത്വം മറന്നില്ല. അതുകൂടാതെ ലവ് ജിഹാദ് ഇല്ലെന്ന് പാർലമെന്റിൽ തെളിയിക്കാൻ ബെന്നി ബെഹനാൻ കൂട്ടുനിന്നതും സഭയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിനിടെയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തു വന്നത്. അതിലെ കർഷക വിരുദ്ധമായ പ്രഖ്യാപനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് സഭ ഉയർത്തിയിരിക്കുന്നത്. പരിസ്ഥിതി നിയമങ്ങളും വന്യമൃഗ ആക്രമണങ്ങളും മൂലം മലയോര കർഷകർ നട്ടം തിരിയുമ്പോൾ പുറത്തുവന്ന കോൺഗ്രസ് പ്രകടന പത്രിക എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയാണെന്ന് സഭ വ്യക്തമാക്കുന്നു. നിലവിലുള്ള നിയമങ്ങൾ തന്നെ അസഹനീയമായിരിക്കെയാണ് പരിസ്ഥിതി സംരക്ഷണ വനസംരക്ഷണ നയങ്ങൾ ഇനിയും ശക്തിപ്പെടുത്തുമെന്ന് കോൺഗ്രസ് പറയുന്നത്. പരിസ്ഥിതി വനവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക സ്വതന്ത്ര അതോറിറ്റി രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം നിലവിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കൊണ്ടും വന്യമൃഗങ്ങളെ കൊണ്ടും പൊറുതി മുട്ടിയിരിക്കുന്ന മലയോര നിവാസികളുടെ ചുമലിൽ പുതിയൊരു മുഖം കൂടി കെട്ടുന്ന നടപടിയാണ്. ആ അതോറിറ്റിയെയും അതിന്റെ കാടൻ നിയമങ്ങളെയും കൂടി മലയോര ജനത സഹിക്കണം. ആവശ്യമായ ശതമാനത്തിൽ കൂടുതൽ വനമുള്ള കേരളത്തിൽ ഇനിയും വനവിസ്തൃതി വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനം വളരെ ആശങ്കയുളവാക്കുന്നതാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിലെ ജനങ്ങളാണ് ഈ പ്രശ്നങ്ങൾ ഏറ്റവും അധികം അനുഭവിക്കുന്നത് എന്നത് വലിയ വിരോധാഭാസമാണ്. മലയോര ജനതയുടെ ജീവിത പ്രശ്നങ്ങളായ പരിസ്ഥിതി നിയമങ്ങളിലും വന്യമൃഗ ആക്രമണങ്ങളിലും യാതൊരു പരിഗണനയും കോൺഗ്രസ് പ്രകടന പത്രിക നൽകുന്നില്ല എന്നത് ദുഃഖകരമാണെന്നും സഭ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭാവിശ്വാസികൾ യു.ഡി.എഫിന് വോട്ട് നൽകരുത് എന്നാണ് മെത്രാൻമാർ വളഞ്ഞ വഴിയിലൂടെ നൽകുന്ന സന്ദേശം. ഇടതുമുന്നണിക്കും ചില മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്കുമാണ് സഭ പിന്തുണ നൽകുന്നത്. ഇതിനിടയിലാണ് ബി.ജെ.പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ മാനന്തവാടി ബിഷപ്പിനെ സന്ദർശിച്ചത്. ബി.ജെ.പി ദേശീയ പ്രകടന പത്രികയുടെ മലയാളം പതിപ്പ് ബഹുമാനപ്പെട്ട മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പെരുന്നോടം പിതാവിന് നൽകി പ്രകാശനം ചെയ്തു. പ്രശാന്ത് മലവയൽ, ഫാദർ നോബൽ തോമസ് പാറയ്ക്കൽ, കൂവണ വിജയൻ എന്നിവരും പങ്കെടുത്തു. ഇതെല്ലാം രാഹുലിന് വയനാട്ടിൽ തിരിച്ചടികളാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന സൂചന.